മോദിജിയുടെ ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ പലതും നമ്മുടെ ഇവിടെയുള്ള ആർക്കും അറിയില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ വഴിയോര കച്ചവടക്കാരായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ധാരാളം പദ്ധതികളുണ്ടെന്ന് പറയുകയാണെങ്കിൽ 368ഓളം പദ്ധതികളുണ്ട്. ഉം. അതിൽ നമുക്ക് ആവശ്യപ്പെട്ട ധാരാളം പദ്ധതി നമ്മളിവിടെ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ ഈ ബാങ്ക് ഭരിക്കുന്ന എന്താണ് CITയുടെയും കോൺഗ്രസിൻ്റെയും മാനേജർമാരത് കൊടുക്കുന്നില്ല. ഉം. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് വരാം. ബാങ്ക് മാനേജർമാർ നമ്മൾ ചെന്ന് ചോദിക്കും, പറയും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞു പോയി. ഉം. അപ്പോൾ അവരെന്നെ വിളിക്കും. കാരണം ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളെടുക്കാൻ പോകുന്നൊരു വ്യക്തി എന്നുള്ള, ചേച്ചി കഴിഞ്ഞു പോയി എന്നാണല്ലോ പറഞ്ഞത്, ചേച്ചി പറഞ്ഞല്ലോ അതുണ്ട്. നമ്മൾ അങ്ങനെ കഴിഞ്ഞു പോയില്ല, ഇപ്പോഴും ഭരിക്കുന്നത് മോഡി സർക്കാർ തന്നെയാണല്ലോ, പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്? ഉം. ആ മാനേജറുടെ നമ്പർ അയക്കൂ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഉം. അതിൽ കൂടെയാണ് മോഡിജി കോവിഡ് കാലഘട്ടത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുള്ള എല്ലാവർക്കും 500 സ്ത്രീകൾക്ക് ഉം. 500 രൂപ വീതം റെസ്പെക്റ്റീവ് ഓഫ് BPL APL എല്ലാവർക്കും വന്നിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ തന്നെ ഒരു പ്രോജക്റ്റായിട്ട് എടുത്ത് 16,000 പേർക്ക് ഞാൻ തന്നെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവരത് പറ്റില്ല എന്ന് പറയും. അത് തന്നെ ആദ്യം പറയാം. നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും, സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. ശരി, യൂണിയൻ ബാങ്കിലാണ് പ്രജിതയ്ക്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ ശരിക്കുള്ള SB അക്കൗണ്ട്. പ്രജിത കാനറ ബാങ്കിൽ പോയിക്കോളൂ, അവിടെ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാം. ഒരേ ബാങ്കിൽ തന്നെ 2 അക്കൗണ്ടും പാടില്ല എന്നേ ഉള്ളൂ. ഇവർ കൊടുക്കാത്തത് എന്താണെന്നോ കാരണം, അതിൽ പൈസ ഒന്നും നമ്മൾ ഇടുന്നില്ല. മറ്റേ നമ്മൾ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഓരോ ബാങ്കിൻ്റെതനുസരിച്ച് നമ്മൾ ഇടണം ചേരുമ്പോൾ. അതുപോലെ ആ ബാലൻസ് സൂക്ഷിക്കുകയും വേണം. സീറോ ബാലൻസ് അക്കൗണ്ടിന് അങ്ങനെയില്ല. പക്ഷേ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള അതേ തന്നെ ബുദ്ധിമുട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൽ നമുക്കൊരു റുപ്പിയ കാർഡ് കിട്ടും. അതോടൊപ്പം തന്നെ 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും നമുക്കുണ്ട്. റുപ്പിയ കാർഡ് ഈ അക്കൗണ്ട് ചാലുവായിട്ട് നിർത്താൻ, അതായത് ലൈവായിട്ട് നിർത്തുവാനായിട്ട് നമ്മൾ പോണ വഴിക്കൊന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. നമുക്ക് തരുന്ന ATM കാർഡ് പോലത്തെ, അത് ചാലുവായിട്ട് ലൈവായിട്ട് നിന്നോളും, ആക്റ്റീവായിട്ട് നിന്നോളും. അപ്പോൾ ഇതൊക്കെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അവർക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ പ്രജിത, നമ്മളുടെ ബാങ്കുകൾ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ഏക്കർ കണക്കിന് അല്ലെങ്കിൽ എന്താണ് നമുക്കുള്ള സൗകര്യം അനുസരിച്ചിട്ട് ലോൺ തരും. ഇപ്പോൾ മില്ലറ്റ് കൃഷിയാണെങ്കിൽ 60,000 രൂപ, മത്സ്യകൃഷിയാണെങ്കിൽ 40,000, അങ്ങനെ ഓരോന്നിന് നമുക്ക് പൈസ തരും. ഡിസ്കൗണ്ട് സബ്സിഡി റേറ്റിൽ, പ്രത്യേകിച്ച് മുദ്ര ലോൺ പോലെ തന്നെ യാതൊരു കൊലാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് കിട്ടും. അതും പല ബാങ്കുകളും പറയും ആരത് ചെയ്തില്ലെങ്കിലോ. പക്ഷേ നാഷണലൈസ് ബാങ്കുകളിലെല്ലാം തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. നമ്മൾ എത്ര പേർക്ക് മേടിച്ച് കൊടുക്കുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് റേറ്റും കുറവാണ്. നാഷണലൈസ് ബാങ്കുകളിൽ പോവുകയാണെങ്കിൽ അവർ തന്നെ നമ്മളോടൊപ്പം വരികയും നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മളുടെ കൂടെ വരികയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മുദ്ര ലോണിന് വേണ്ടി ഒരു 10,000 രൂപ കേട്ടോ, ഒരു വിഡോ ആണ്, ഒരു കുഞ്ഞു വാവ ഒക്കത്തിരിപ്പുണ്ട്. എന്ത് ചെയ്താൽ മാനേജർ കൊടുക്കില്ല. അപ്പം അന്ന് അരുൺ ജെയ്റ്റ്ലിയാണ് നമ്മളുടെ മന്ത്രി, ധനകാര്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ എനിക്കുണ്ട്. ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന കാരണം അദ്ദേഹം തന്നിരുന്നു. ഞാനും പോയി. ഇങ്ങനെ എന്തേതോ കൊടുക്കില്ല കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഓഫീസറാണ്. ഞാൻ എന്നല്ല, ഈടെന്തിനാ 10,000 രൂപയ്ക്ക് ഒരു തുന്നൽ മെഷീൻ മേടിക്കല്, എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ ഞാൻ കൊടുക്കേണ്ടി വരുമോ? നമ്മൾ സാറ് എത്ര രൂപ സാറിന് മാസം ഉണ്ട്, ഒരു സഹോദരിക്ക് ഒരു 10,000 രൂപ എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ നിൽക്കുമോ, ഈട് നിൽക്കുമോ? എനിക്കവിടെ സഹിക്കാൻ പറ്റാണ്ടായി പോയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് കാറിൽ കയറിയിരുന്ന് അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു മെസ്സേജ് അയച്ചു. നല്ല ആക്ഷൻ ഉണ്ടായി അദ്ദേഹത്തിനെതിരെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ബാങ്കിൽ നിന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അറിയിക്കുക, ഫിനാൻസ് മിനിസ്റ്ററെ അറിയിക്കുക, അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് ഉണ്ടല്ലോ ഈ ബാങ്കിൻ്റെ, അവിടെ പോയിട്ട് പറയുക ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം അർഹതപ്പെട്ടതാണ്, കിട്ടുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുക. നേരത്തെ പ്രതിത ചോദിച്ചത് നമ്മളുടെ വഴിയോര കച്ചവടക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ പ്രതിതാവിൻ്റെ ജീവിതം ഒരു ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ. എന്താണ് 100 രൂപയ്ക്ക് 10 രൂപ
പലിശ വട്ടിപ്പലിശക്കാർ കൊള്ളപ്പലിശക്കാരെന്നൊക്കെ മേടിച്ചിട്ടാണ് പലരും ദിവസം തുടങ്ങുന്നത്. ഈ ചെറിയ പലഹാരങ്ങൾ ബജ്ജികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിൽക്കുന്നവർ രാവിലെ പൈസ മേടിക്കും, വൈകുന്നേരം അവർക്ക് കച്ചവടം കഴിയുമ്പോൾ ഒന്ന് മേടിക്കും. അതിനൊരു സ്വാനിധി PM സ്വാനിധി എന്നൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വഴിയോര കച്ചവടമുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടാകും. ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ ലോക്കൽ മെമ്പർ ഒന്ന് സർട്ടിഫൈ ചെയ്യുക, ഇവർക്ക് വഴിയോര കച്ചവടമാണെന്ന് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആ ബാങ്കിൽ പോയിട്ട് എനിക്കിങ്ങനെ ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ ആദ്യം, അതായത് കച്ചവടം ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു തുക സ്വാനിധി പദ്ധതിയിൽ കൊടുക്കുന്നുണ്ടല്ലോ, അത് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 10,000 രൂപ ആദ്യ ഗഡുവായിട്ട് കിട്ടും. 7.5% പലിശയാണ്, ഒരു കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കണം. നമ്മൾ നന്നായി കൃത്യമായി തിരിച്ചടച്ചു. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം തിരിച്ചടവിന് ബുദ്ധിമുട്ടുണ്ടായി അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് തിരിച്ചടയ്ക്കാനുള്ള പ്രൊവിഷനും അതിലുണ്ട്. കച്ചവടക്കാരല്ലേ, വഴിയോര കച്ചവടക്കാരെന്ന് നമുക്കറിയാമല്ലോ, വലിയ വരുമാനമുള്ള ആൾക്കാരല്ല. അപ്പോൾ 20,000 രൂപയാവും അടുത്ത കൊല്ലം. 50,000 രൂപ വരെ നമുക്ക് PM സ്വാനിധി പദ്ധതിയിൽ നിന്ന് കിട്ടുവാനായിട്ട് അർഹതയുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് ആ ബാങ്കിൽ പോയിട്ട് PM സ്വാനിധി പദ്ധതിയിൽ ഞാൻ അപേക്ഷിക്കാൻ വന്നതാണ്. ഇതാണ് എൻ്റെ ലൈസൻസ്. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡ്, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, അത് കാണിച്ചു കൊടുക്കാം. അവർക്കത് ബോധ്യപ്പെട്ട് അവർ വന്ന് നോക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത്, നാച്ചുറലി വന്ന് നോക്കുമല്ലോ. യാതൊരു ചോദ്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് ആദ്യത്തെ ഗഡുവായ 10,000 രൂപ ലഭിക്കും. ഇത് കിട്ടിയ ധാരാളം പേര് ഉണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലെ മാനേജറുമായിട്ട് ആദ്യം സംസാരിക്കുക. നമ്മൾ സാധാരണ ഇത് പറയുമ്പോൾ ഓഫീസർ അവിടെ ഇരിക്കുന്ന എന്താണ് അക്കൗണ്ട്സിലിരിക്കുന്ന ആളായിരിക്കും നമ്മളുടെ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത്. കാരണം കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി വിടാനാണ് അവർക്ക് താല്പര്യം. മാനേജറോട് സംസാരിക്കുക. മാനേജേഴ്സും പലപ്പോഴും ഇല്ല എന്നുള്ള വാക്കല്ലാതെ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പ്രവർത്തിക്കുന്നവരും അതുണ്ട്. ഇപ്പോൾ നമ്മുടെ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നേരത്തെ യൂണിയൻ ബാങ്ക് ആയിരുന്നു, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അവർക്ക് ഇത്രയും ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ മാനേജറുടെ കാര്യം, ഒരു 10,000 രൂപ തയ്യൽ മെഷീൻ കൊടുക്കില്ല എന്ന് പറയാൻ എന്തൊരു ക്രൂര മനസ്സായിരിക്കണമല്ലേ. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള മാനേജറാണ് ഉള്ളതെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി പറഞ്ഞാൽ മതി. അവരാണല്ലോ ലീഡ് ബാങ്ക്. ഞാനതാ ചെയ്തിരുന്നത്. യൂണിയൻ ബാങ്ക് ആയിരുന്ന സമയത്ത് ഏത് ബാങ്കിൽ നിന്നും നോ എന്ന് കിട്ടുകയാണെങ്കിൽ നേരെ യൂണിയൻ ബാങ്കിൻ്റെ ലീഡ് മാനേജർ എന്നൊരു പദവിയുണ്ട്. ആ മാനേജറെ വിളിച്ച് സംസാരിക്കും. പെട്ടെന്ന് 1-2 ദിവസത്തിനുള്ളിൽ കാര്യം കൃത്യമായിട്ട് ബാക്കിയുള്ള എല്ലാ ബാങ്കുകളുടെ ശാഖകളിലും, അവർക്ക് എറണാകുളം ജില്ല മുഴുവനുണ്ടല്ലോ, അദ്ദേഹം വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ കൃത്യമായി കൊടുത്തിരിക്കും. അത് തന്നെയായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലീഡ് ബാങ്ക് മാനേജർ. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുക, അവർ റീജിയണൽ ഓഫീസിൽ അദ്ദേഹം ഉണ്ടാകും. അദ്ദേഹത്തിനെ പോയി കാണുക, കാര്യങ്ങൾ പറയുക. കൃത്യമായിട്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് വേറെ വഴിയുണ്ട്, കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഒരു 50,000 രൂപ ആദ്യ ഗഡു, 10,000 രൂപ രണ്ടാമതാണ്, 20,000, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു ഫണ്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് ഏതാണ്ട് എത്ര ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മളിപ്പോൾ സിബിൽ റേറ്റിംഗ് അത്ര മോശമാണെങ്കിൽ മാത്രമുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെയൊന്നും ആൾക്കാർക്ക് മോശമായിട്ട് വരില്ല. 55 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. പെട്ടെന്ന് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇനി 55 വയസ്സിന് മുകളിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിയും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള അർഹതയുണ്ട്. അപ്പോൾ ഇത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് ഒന്നും ഇല്ലല്ലോ. വന്നവർ നോക്കുന്നു, 10,000 രൂപയല്ലേ ഉള്ളൂ. അതും എന്താണ് ലൈസൻസ് ഉണ്ട്, കോർപ്പറേഷൻ്റെ ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെമ്പർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതിൽ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിനൊരു പ്രശ്നമില്ല. ഇത് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാരെ അറിയാവുന്നവരുണ്ടെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിലും ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളാണ്. നമ്മൾ പോകുന്ന മീറ്റിങ്ങിൽ പറയുന്നത് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഔദാര്യമല്ല, ഇദ്ദേഹം തന്നെ കൊടുക്കുന്ന ടാക്സ്. ഇനിയിപ്പോൾ അദ്ദേഹം പാൻ കാർഡ് ഹോൾഡർ അല്ല, ഇൻകം ടാക്സ് പേ അല്ല, പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ടാക്സ് കൊടുക്കുന്നു. ഇട്ടിരിക്കുന്ന ഷർട്ടിനും ഉടുത്തിരിക്കുന്ന മുണ്ടിനും അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന സ്കൂട്ടറിനും ഒക്കെ അദ്ദേഹം ടാക്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ നിന്നും നിങ്ങൾക്കൊരു സേവനം ഞങ്ങൾ തിരിച്ചു തരുന്നു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതുകൊണ്ട് ചോദിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടണ്ട. നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങിയിരിക്കണം. തരുവാൻ ബാധ്യസ്ഥരാണ് ഞങ്ങളെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ
മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ 2 ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറഞ്ഞ് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.